പുസ്തകവും പേനയുമാണ് നമ്മുടെ ആയുധം. വിദ്യാഭ്യാസമാണ് ഏക പരിഹാരം എന്ന് മലാല യൂസഫ്സായി തെളിയിക്കുന്നു. യുദ്ധവും വികാരഭേദവും സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ് ഞാൻ മലാല. ആരാണ് മലാല? നിങ്ങൾക്കറിയോ? കവിയും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന സിയാവുദ്ദീൻ യൂസഫ്സായുടെയും ഭാര്യ ടോർ പെക്കായുടെയും മകളായി പാകിസ്ഥാനിലെ സ്വാത് താഴ്വരയിൽ 1997 ജൂലൈ 12 മലാല യൂസഫ്സായി ജനിക്കുന്നു. പഠിക്കാൻ ഏറെ താല്പര്യം കാണിച്ച മലാലയ്ക്ക് ഇംഗ്ലീഷും പഷ്തൂണും അടക്കം 5 ഭാഷകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പെൺകുട്ടികൾ വീട്ടിലിരിക്കേണ്ടവരാണെന്നും സ്കൂളിൽ പോയി ആൺകുട്ടികളോടൊപ്പം പഠിക്കുന്നത് അനിസ്ലാമികമാണെന്നുള്ള താലിബാന്റെ തിട്ടൂരം ആ 11 വയസ്സുകാരിയെ അസ്വസ്ഥയാക്കി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്തേനെ? പഠിക്കാനുള്ള എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് അവൾ മുന്നോട്ട് വന്നു. തങ്ങളുടെ അവകാശങ്ങൾക്കായി പേനയെ ആയുധമാക്കിയ മലാലയെ സ്കൂൾ ബസ്സിൽ വെച്ച് താലിബാൻ ഭീകരർ 2012 തലയ്ക്ക് വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ ആ മരണത്തെ അതിജീവിച്ച് കൂടുതൽ കരുത്തോടെ വെടിയുണ്ടകളെക്കാൾ ശക്തിയുള്ള വാക്കുകളുമായി മലാല തന്റെ പോരാട്ടം തുടർന്നു. വിവിധ തരം എതിർപ്പുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത ഇച്ഛാശക്തി പോലെ തിരികെ എത്തിയ മലാല ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവാണ്. പാകിസ്ഥാനിലെ താലിബാൻ ഭീകരതയ്ക്കെതിരെയും പെൺകുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ശബ്ദമുയർത്തിയ ഒരു പെൺകുട്ടിയുടെ അതിജീവനത്തിന്റെ കഥയാണ് ഈ പുസ്തകം പറയുന്നത്. മകളെ ധൈര്യമുള്ളവളായി വളർത്തി അച്ഛൻ സിയാവുദ്ദീൻ യൂസഫ്സായുടെയും അമ്മയുടെയും പിന്തുണ എടുത്തു കാണിക്കുന്നു. ഏത് സന്ദർഭങ്ങളിലും തോറ്റുകൊടുക്കാതെ തളരാതെ മുന്നേറാനുള്ള വലിയൊരു സന്ദേശം ഈ പുസ്തകം നൽകുന്നുണ്ട്. ഓരോരുത്തരും, പ്രത്യേകിച്ച് നമ്മൾ വിദ്യാർത്ഥികൾ, തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണിത്. സമൂഹത്തിലെ അസമത്വങ്ങൾക്കെതിരെ പോരാടാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കും. ഇന്ന് ജൂലൈ 12 മലാലയുടെ ജന്മദിനം. മറ്റൊരാൾ വന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതുവരെ കാത്തിരിക്കരുത്. ലോകത്തെ മാറ്റാൻ കഴിയുന്നത് നിങ്ങൾക്കാണ് എന്ന മലാലയുടെ പ്രശസ്തമായ വാക്കുകൾ ഈ ജന്മദിനത്തിൽ ഓർക്കാം.